എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മദിനം. കേരള സ്പാർട്ടക്കസ് എന്നറിയപ്പെട്ടിരുന്ന പ്രമുഖ വിപ്ലവകാരിയും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്ന, സമൂഹത്തിലെ അനീതിക്കും ഉച്ചനീചത്വങ്ങൾക്കും എതിരെ, ദുരാചാരങ്ങൾക്കെതിരെ പോരാടിയിരുന്ന മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മദിനാഘോഷം നടക്കുന്ന ഈ വേളയിൽ എല്ലാവർക്കും ജന്മദിനത്തിൻ്റെ ആശംസകൾ അർപ്പിക്കുന്നു. അതോടൊപ്പം അദ്ദേഹത്തെ പോലെ വളരെ ധീരത്യാഗികളായ, ഇല്ലെങ്കിൽ രാജ്യസ്നേഹികളായ, മനുഷ്യസ്നേഹികളായ ആളുകൾ വിഭാവനം ചെയ്ത രീതിയിലാണോ ഇന്ന് നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് കിട്ടുന്ന അവസ്ഥ, ഇല്ല ജീവിതാവസ്ഥ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ തീർച്ചയായും അല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും, ഒരു വിഭാഗം ആളുകൾക്കെങ്കിലും. ഞാനിപ്പോൾ ഈ നിൽക്കുന്നത് ഒരു PWD റോഡിൻ്റെ സൈഡിൽ ഉള്ള ഒരു സ്ഥലത്താണ്. ഇതൊരു ഈട്ടി മരം, ഒരു വലിയൊരു ഈട്ടി മരമായിരുന്നു. ഈ ഈട്ടി മരം ഈ കഴിഞ്ഞ ദിവസം വെട്ടിമാറ്റിയ മരത്തിൻ്റെ കുറ്റിയാണ് ഈ കാണുന്നത്. ഇത് ഒരു സാധാരണപ്പെട്ട ഒരാളുകൾ താമസിക്കുന്ന ഒരു വീടാണ്. ഈ റോഡിൻ്റെ സൈഡിൽ ഈ ആദ്യം പഞ്ചായത്ത് റോഡായിരുന്നപ്പോഴും ഇല്ലെങ്കിൽ പുരാതന കാലങ്ങളുള്ള ഈട്ടിയായിരുന്നു. അതിനുശേഷം ഒരു വഴി വന്നു, ആ വഴി പഞ്ചായത്ത് ഏറ്റെടുത്തു, പഞ്ചായത്ത് PWD ഏറ്റെടുത്തു. ഇവിടെ ടാറിങ് റീടാറിങ് പല കാര്യങ്ങളും നടന്നെങ്കിലും ഈ ഈട്ടി ഇങ്ങനെ തന്നെ ഉണ്ട്. ഈ കാണുന്നത് ഒരു വീടായിരുന്നു. അവിടെ വളരെ സാധുവായ ഒരു കുടുംബം ജീവിച്ചിരുന്നു. അവർ ഈ ഈട്ടിയുടെ ഈ കമ്പെല്ലാം ഉണങ്ങിയിട്ട് അവർക്കൊരു ജീവന് ഭീഷണിയായിട്ട് പല പ്രാവശ്യം ഇതിൻ്റെ ശിഖരങ്ങൾ ഒടിഞ്ഞ് അവരുടെ വീട്ടിൽ വീഴുകയും അവരങ്ങനെ ഇതിന് പരാതി പ്രളയമായിട്ടുള്ള നടന്നു. അയാൾ ഒരു വൃദ്ധനായ മനുഷ്യൻ, 2 പെൺമക്കളൊക്കെ ആയിട്ട് വളരെ ദുസ്സഹമായ രീതിയിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ട് അദ്ദേഹം ഇങ്ങനെ പല സ്ഥലത്തൂടെ അലിഞ്ഞു നടന്ന് പല ഓഫീസുകൾ കയറി ഇറങ്ങി ഈ ഈട്ടി വെട്ടാൻ ഇയാളൊരു ഓർഡർ സംഘടിപ്പിച്ചെടുത്ത് വില്ലേജ് ഓഫീസർ വരുന്നു, ഫോറസ്റ്റ് വരുന്നു. ഇതൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഇവർ പറഞ്ഞൊരു ന്യായം എന്ന് പറഞ്ഞാൽ, ഈ ഈട്ടി വെട്ടി ഇത് ആൾക്കാരെ കണ്ടെടുത്ത് ഇവിടുന്ന് ഒരു 10-40 കിലോമീറ്റർ അകലെയാണ് ഈ ഫോറസ്റ്റ് ഓഫീസ്. ഈ ഫോറസ്റ്റ് ഓഫീസിൽ ഇയാളുടെ ചെലവിൽ കൊണ്ടുപോയി എത്തിക്കണം. അയാളെ കണ്ടത് അപ്രാപ്യമായൊരു കാര്യമായിരുന്നു. കാരണം അത്രയും സാമ്പത്തിക ചെലവുണ്ട് ആ സംഭവത്തിന്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന വെളിച്ചത്തിൽ അയാൾ ഇതുകൊണ്ട് മടുത്തു. അയാൾ ഇതുകൊണ്ട് നടന്ന് ഈ ഓർഡർ വാങ്ങിച്ചു. ക്രമേണ അയാൾ മരിച്ചു, അയാളുടെ ഭാര്യ മരിച്ചു. പിന്നെ 2 പെൺമക്കളാണ്. ഒരാൾ ഒരു കുട്ടിയില്ലാത്ത ഒരാൾ നാട്ടിലിരിക്കുന്നത്. അതിൻ്റെ അനന്തരാവകാശികൾ, ആ കഥ അങ്ങനെ നിൽക്കട്ടെ, അതിന് അനന്തരാവകാശികൾ ഈ വസ്തു, കാരണം ഇവർക്ക് ഇവിടെ ജീവിക്കാൻ സാധിക്കില്ല, പെര വിളിച്ചു കളഞ്ഞു സാധിക്കില്ല, കാരണം അത്ര ഭീഷണിയായിട്ട് മരം നിൽക്കുകയാണ്. അപ്പോൾ അടുത്തൊരു പുതിയ ആളുകൾ വീട് വയ്ക്കാൻ വേണ്ടി ഈ സ്ഥലം വാങ്ങിക്കുന്നു. ഈ പഴയ ഓർഡർ തപ്പി പിടിച്ചെടുത്ത് ഇവർ വീണ്ടും പല ആളുകളുമായിട്ട് ബന്ധപ്പെട്ട്, ഈ ഫോറസ്റ്റുകാരുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഈട്ടി വെട്ടാനുള്ള ഓർഡർ അവർ ചെയ്തെടുത്തു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഉദ്യോഗസ്ഥന്മാർക്ക് നല്ല ശമ്പളമുണ്ട്, അവർക്ക് TA ഉണ്ട്, DA ഉണ്ട്, സ്വന്തമായിട്ട് പല തരത്തിലുള്ള വാഹനങ്ങളുണ്ട്. ഇവരെ നമ്മൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി, അതായത് പൊതുവായിട്ട് കാര്യം, ഇവരുടെ പറമ്പിലാണ് നിൽക്കുന്നത്, ഇത് റോഡിലാണ് നിൽക്കുന്നത്, പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ട് ഈ റോഡിൽ നിൽക്കുന്ന ഈ സാധനം വെട്ടിമാറ്റാൻ വേണ്ടി ഇവരെ ഓഫീസിൽ പോയി നമ്മൾ കാണുക, അതിന് അപേക്ഷ വെക്കുക. അവരിവിടെ നോക്കണമല്ലോ. നോക്കുന്നതിന് വണ്ടിക്കൂലി നമ്മൾ കൊടുക്കണം. നമ്മൾ വണ്ടി വിളിച്ചവരെ കൊണ്ടുവരണം. ഇതിന് എത്ര പ്രാവശ്യം വന്നാൽ അത്രയും പ്രാവശ്യം നമ്മൾ വണ്ടി, അപ്പോൾ അവരുടെ വണ്ടിയോടെ കിടക്കും. പിന്നെ അവർക്ക് ചിലവൊക്കെ ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരുന്ന ഒരു അവസ്ഥയാണുള്ളത്. പക്ഷേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എനിക്കിവിടെ അടുത്തൊരു കുറച്ച് സ്ഥലമുണ്ട്, അതിനകത്തൊരു ഈട്ടി മരമുണ്ട്. അവരിങ്ങനെ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുള്ള ആ മരത്തിൽ ഞാൻ ഈ റബ്ബർ വെട്ടി ഇറങ്ങി പോയി കഴിഞ്ഞ് ബാക്കിയുള്ള എല്ലാ മരത്തിൻ്റെയും ശിഖരം ഇറക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ഈട്ടിയുടെ ശിഖരം ആ കൊടുത്ത് ഇറക്കി. 1 മണിക്കൂറിനുള്ളിൽ ഈ ഒരു 2-3 വണ്ടിയായിട്ട് ഫോറസ്റ്റുകാർ എൻ്റെ പറമ്പിൽ നിറച്ച് ഈട്ടി വെട്ടിയോ, അത് വെട്ടിയോ, ഇത് വെട്ടിയോ, എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി ഇത് വെട്ടാം. ഒരു മരവിലയുടെ 50-60% അവരുടെ വിലയിടും. അവരിടുന്ന വില അവർ വിലയിട്ട് അതിൻ്റെ 50-60% നമ്മൾ അവരെ ഓഫീസിൽ കെട്ടിവെക്കുക. അത് കഴിഞ്ഞ് നമുക്കിത് വെട്ടാം, അവരുടെ സാന്നിധ്യത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു സംഭവമുള്ള സ്ഥിതിക്ക് ഇതിപ്പോൾ ഈ പൊതുവായ ഒരു ആവശ്യത്തിന് വേണ്ടി ഈ പാവപ്പെട്ട പുരയിടക്കാരനെ കൂടെ എന്തിനാണ് പൈസ മേടിക്കുന്നത്? ഇല്ലെങ്കിൽ ഇതുപോലെ മറ്റ് പലരും ഇങ്ങനെ ഈ പ്രദേശം ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഈട്ടി നമ്മളാരും വെച്ച് പിടിപ്പിച്ച സാധനമല്ല, പുരാതനമായിട്ടുള്ള സാധനമാണ്. അത് വെട്ടേണ്ടത് ആവശ്യമാണ്. കാരണം ഈ ഒരു കൃഷിയും ഇതിൻ്റെ ചുവട്ടിലുണ്ടാവില്ല. ഇപ്പോൾ ഒരു വീടാണെങ്കിൽ ആ വീടിൻ്റെ ഭീഷണിയായിട്ട് നിൽക്കുക. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഈ സാധനം വന്നിട്ട് ഇവർ വെട്ടി ഇവരെ വണ്ടിക്കൂലി മുടക്കി ഇവിടെ കൊണ്ടുവന്ന് ഇവരുടെ കൈക്കാശ് കൊടുത്ത് ഈ പണിക്കാരെ വിളിച്ചത് വെട്ടി വണ്ടിയെ കയറ്റി ഈ നരിയമ്പാറ എന്ന സ്ഥലത്ത് കൊടുക്കുന്നു. ഇവരത് അവിടെ കിടന്ന് മിക്കവാറും നമ്മൾ പല ആളുകളും കണ്ടിട്ടില്ല, അവിടെ കിടന്ന് രവിച്ച് നശിച്ച് പോകുന്നൊരവസ്ഥയാണ് കണ്ടിട്ടുള്ളത്. ഇല്ലെങ്കിൽ അവർ ലേലം ചെയ്തെന്തെങ്കിലും ഒരു ആവശ്യത്തിന് വിൽക്കും, അതിൻ്റെ പൈസ അവരെടുക്കും, ഈ വീട്ടുകാരന് കൊടുക്കുകയല്ലോ. അപ്പോൾ ശരിക്ക് ഇത് ഈ നാട്ടുകാരെ പിഴിയാതെ ഇവർക്ക് ഇതിന് ഫണ്ടുണ്ട്, ഇവർക്ക് അല്ലാതെ തേരാപ്പാൻ നടക്കാനുള്ള ഫണ്ടുകളൊക്കെ ഉണ്ടല്ലോ. നമ്മളിപ്പോൾ അല്ലാതെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മളൊരു സാധനം വെട്ടിയാൽ അതിന് പുറകെ വരാനും എടുക്കാനുമുള്ള സംഭവം ഇവർക്കുണ്ടെങ്കിൽ ഇവർക്ക് ഈ സാധനം പൊതുജനത്തിന് ഭീഷണിയായിട്ടുള്ളൊരു വസ്തു അവരുടെ കാശ് പൈസ മുടക്കി വെട്ടി അവിടെ കൊണ്ടുപോവുകയോ, ഇല്ലെങ്കിൽ ഈ മരം ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് ഇന്ന സ്ഥലത്ത് ഇന്ന പബ്ലിക് റോഡിൽ ഇന്ന പ്ലേസിൽ നിൽക്കുന്ന ഇന്ന ഈട്ടി ഇല്ല തേക്ക് ഏത് വനവിഭവമാണോ
അത് പരസ്യമായിട്ട് ലേലം ചെയ്തിട്ട് അത് വെട്ടാൻ ആൾക്കാർക്ക് ഓർഡർ കൊടുത്താൽ ഈ ആൾക്കാരെ ചിറ്റിക്കാതിരിക്കാൻ വരെ. അപ്പോൾ ഇത് ശരിക്കും മനുഷ്യനെ ദ്രോഹിക്കുക, അതിലൂടെ ഇവർക്ക് ധനം സമ്പാദിക്കുക എന്നുള്ള ചില ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഒരു 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 താൻപോര്യമാണ്. ഇല്ലെങ്കിൽ മനുഷ്യനെ ഈ ഭീഷണിപ്പെടുത്തി അവരെ കൊണ്ട് ജീവിക്കുന്ന ഒരു സംവിധാനം, ഇതിനൊക്കെ മാറ്റം വരുത്തേണ്ടതല്ലേ? കാരണം ഇതുപോലെയാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഈ കാട്ടാനയ്ക്കും കാട്ടുപോത്തിനും ഒക്കെ ഓശാനം പാടുന്ന കുറേ ആളുകളുണ്ട് ഇവിടെ, ഇതിലെ പുലിക്കും കുരങ്ങിനും ഇവരോടൊക്കെ സഹാനുഭൂതി പ്രകടിപ്പിക്കുന്ന ഒരുപാട് ജന്തുസ്നേഹികളും മൃഗസ്നേഹികളും പരിസ്ഥിതിവാദികളും പരിസ്ഥിതി സ്നേഹികളും ഉള്ള ഈ നാട്ടിൽ ഈ ഇടുക്കി ജില്ലക്കാരനില്ല വയനാട് ജില്ലക്കാരനൊക്കെ ഈ മൊത്തത്തിൽ ഈ ഭൂമിയെ മൊത്തം അങ്ങ് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ ഇതുപോലുള്ള ദുഷ്ടകരമായ അവസ്ഥയിലാണ് ഇവരൊക്കെ ജീവിക്കുന്നത് എന്ന് ഈ സാധാരണക്കാരെ ഒന്ന് ചിന്തിക്കണം. അപ്പോൾ ഈ കാട്ടാനയ്ക്കും കാട്ടുപോത്തിനും ഓശാന പാടുന്ന ആളുകൾ ഈ സാധാരണ മനുഷ്യരെക്കുറിച്ചും ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. നന്ദി, നമസ്കാരം.